പ്രത്യേകിച്ച് ബ്രിട്ടനിലും അയർലൻഡിലും അഭയാർത്ഥി പ്രശ്നം കൂടുതൽ സങ്കീർണമാകുകയാണ്. ബ്രിട്ടനിലെ കൗൺസിലുകൾക്ക് മേൽ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ അയർലൻഡിൽ അഭയാർത്ഥി കേന്ദ്രം കേന്ദ്രീകരിച്ച് നടന്ന ലൈംഗിക അതിക്രമ സംഭവത്തെ തുടർന്ന് ജനങ്ങളും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഈ വർഷം അവസാനത്തോടെ ബ്രിട്ടനിലെ 90% കൗൺസിലുകളും അഭയാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുമെന്ന് ഹോം ഓഫീസിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. നേരത്തെ കഴിഞ്ഞ വേനൽക്കാലത്ത് 82% കൗൺസിലുകൾ മാത്രമേ ഈ പദ്ധതിയിൽ സഹകരിക്കൂ എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ 2025 അവസാനിക്കുമ്പോഴേക്കും ഈ സഹകരണം 92% വർദ്ധിക്കുമെന്നാണ് ഹോം ഓഫീസ് ഇപ്പോൾ പ്രവചിക്കുന്നത്. ലേബർ സർക്കാർ രാജ്യത്തുടനീളമുള്ള മൈഗ്രന്റ് ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുനരധിവാസ പദ്ധതിക്ക് വേഗം കൂട്ടുന്നത്. പുതിയ പദ്ധതി പ്രകാരം ലണ്ടനിലും തെക്കൻ ഇംഗ്ലണ്ടിലും കിഴക്കൻ ഇംഗ്ലണ്ടിലുമായി 40,000 പേർക്ക് കൂടി വീടുകൾ നൽകാൻ അധികൃതർ ലക്ഷ്യമിടുന്നു. വീടുകൾ, ഫ്ളാറ്റുകൾ, ബെഡ്സിറ്റുകൾ എന്നിവയുൾപ്പെടെ നിലവിൽ 46,640 പേർക്കുള്ള താമസ സൗകര്യമാണ് ഈ പദ്ധതിയിൽ ഒരുക്കുക. ആവശ്യമെങ്കിൽ മറ്റ് 66,000 പേരെ കൂടി ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഈ വിപുലീകരണ പദ്ധതിയെന്ന് ഹോം ഓഫീസ് രേഖകൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ സൈനിക ആസ്ഥാനങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ വസതികളും ഇതിനായി പ്രയോജനപ്പെടുത്താനാണ് ഹോം ഓഫീസിന്റെ നീക്കം. ഹോട്ടലുകളിൽ താമസിപ്പിച്ചിരുന്നവരെ ഒഴിപ്പിച്ച് ഈ സ്ഥിര താമസ സൗകര്യങ്ങളിലേക്ക് മാറ്റുന്നതോടെ ഹോട്ടലുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഭീമമായ തുക ലാഭിക്കാനാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ അഭയാർത്ഥികളുടെ എണ്ണത്തിൽ രേഖകളിൽ പറയുന്നതിനേക്കാൾ വലിയ വർധനവാണ് കാണുന്നത്. രേഖകളിൽ 17,218 പേർ താമസിക്കുന്നു എന്നാണ് കാണുന്നതെങ്കിലും വാസ്തവത്തിൽ 13,486 അഭയാർത്ഥികൾ ഈ മേഖലയിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇത് കണക്കുകളിലെ ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നു. കൂടാതെ 1,809 പേർ ഇവിടെ വീടിനായുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ഇത് പ്രാദേശിക കൗൺസിലുകൾക്ക് വലിയ വെല്ലുവിളിയാവുകയാണ്. പടിഞ്ഞാറൻ മിഡ്സ്ലാൻഡിലും സമാനമായ സ്ഥിതിയാണ്. ഇവിടെ 10,944 പേരെയാണ് താമസിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇതിനോടകം 9,086 പേർ എത്തിക്കഴിഞ്ഞു. അവിടെ മറ്റൊരു 4,930 പേർ വെയിറ്റിംഗ് ലിസ്റ്റിലുമുണ്ട്. ലണ്ടൻ പോലുള്ള തിരക്കേറിയ നഗരങ്ങളിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ താമസിപ്പിക്കാൻ 12,206 വീടുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഭയാർത്ഥി പ്രവാഹം ബ്രിട്ടനിലെ ഭവന സൗകര്യങ്ങൾക്കും പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ്. അതേസമയം അയർലൻഡിൽ അഭയാർത്ഥികൾ തിങ്ങി പാർക്കുന്നതിനെ തുടർന്ന് ഉടലെടുത്ത സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. ഡബ്ലിന്റെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയോട് ചേർന്ന ശാന്തമായ അന്തരീക്ഷത്തിന് പ്രശസ്തമായ സ്കാട്ട് എന്ന ചെറു പട്ടണമാണ് ഇപ്പോൾ പ്രക്ഷുബ്ധമായിരിക്കുന്നത്. ഈ ഗ്രാമത്തിലെ സിറ്റി വെസ്റ്റ് ഹോട്ടലിൽ മാത്രം സർക്കാർ താമസം ഒരുക്കിയിരിക്കുന്നത് 2,300ഓളം അഭയാർത്ഥികൾക്കാണ്. ഈ ചെറു പട്ടണത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/3 വരും ഹോട്ടലിൽ താമസിച്ചിരിക്കുന്ന അഭയാർത്ഥികൾ എന്നത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നാട് കടത്താനിരിക്കുന്ന 26 വയസ്സുകാരനായ ഒരു ആഫ്രിക്കൻ പൗരൻ 10 വയസ്സുകാരിയായ ഐറിഷ് ബാലികയെ സിറ്റി വെസ്റ്റ് ഹോട്ടലിന് പുറത്തു വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതിനെ തുടർന്നാണ് പ്രദേശത്ത് വലിയ സംഘർഷം ഉടലെടുത്തത്. ഈ സംഭവത്തിൽ രോക്ഷാകുലരായ ഹോട്ടലിലേക്ക് ഇരച്ചു കയറാനെത്തിയ 100 കണക്കിന് പ്രദേശവാസികളെ തടയാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ 3 പോലീസുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നതായാണ് റിപ്പോർട്ടുകൾ. വലിയ തോതിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്നത് പ്രദേശത്തെ സമാധാനം കെടുത്തുന്നുവെന്നാണ് സഖാട്ടിലെ പ്രദേശവാസികളുടെ പ്രധാന പരാതി. നിരവധി ആളുകൾ നിരത്തിലിറങ്ങുന്നതും പൊതു ഇടങ്ങളിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതും പ്രദേശവാസികളിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. പലരും ഭയന്നിരിക്കുകയാണെന്നും കുട്ടികളെ ഒറ്റയ്ക്ക് വീടിന് പുറത്തേക്ക് പറഞ്ഞയക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും അവർ പരാതിപ്പെടുന്നു. ബ്രിട്ടനിലും അയർലൻഡിലും വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥികളുടെ എണ്ണം അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിലെ വെല്ലുവിളികളും അതോടൊപ്പം സാമൂഹിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും യൂറോപ്പിലെ കുടിയേറ്റ നയങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്.